ഗായ്സ് നമ്മളങ്ങനെ നടന്ന് ഏകദേശം എത്താറായെന്ന് തോന്നുന്നു. അയ്യോ നമ്മുടെ ക്യാൻസൽ ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. സമയം ഇരുട്ടി, സമയം 5 മണി ആയതുള്ളൂ. 5 മണി ആയപ്പോഴത്തേക്ക് ഈരിട്ട. ഇതാണ് നമ്മുടെ കക്കൂസ്. കീപ് ക്ലീൻ. ഇവിടെയൊക്കെ വേസ്റ്റ് ആട്ടോ. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ സൂക്കു ക്യാമ്പ് സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. നിറയെ ടെൻറ്റുകളാട്ടോ ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 2 ഡോർമെട്രീസ് ഉണ്ട്. മിഡിൽ ആൻഡ് സൺസെറ്റ് ആണ് കേട്ടോ നമ്മുടെ മുമ്പിലുള്ള കാഴ്ച. അതുപോലെ തന്നെ നമ്മുടെ ഡോർമെട്രികളെല്ലാം പച്ച കളർ നെറ്റ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ടെൻറ്റും കാര്യങ്ങളുണ്ട്. ആൾക്കാർ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കീപ് ദ വാലി ക്ലീൻ എന്നൊരു ബോർഡൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ചെറിയൊരു ഷെഡ് പോലെ എന്തോ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ തിരക്കാട്ടോ ഇവിടെ. നമ്മൾ നടന്നു വന്ന വഴിക്ക് ഇത്ര തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ മേളിലെത്തിയപ്പോൾ തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ട് നേരത്തെ നടന്നെത്തിയ ടീംസാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതേ മേളിലൊരു വാച്ച് ഹൗസ് പോലെ സെറ്റപ്പ് ഉണ്ട്. ഭയങ്കര ഗോൾഡൻ അവറായിട്ടോ. ഇതാണ് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ടാങ്ക്. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വൃത്തിയായിട്ട സെറ്റപ്പാണ്. അപ്പം ഓസ്ട്രേലിയ ഉള്ളവർക്കൊന്നും പറ്റിയൊരു സ്ഥലമല്ല കേട്ടോ സൂക്കു വാലി ക്യാമ്പ് സൈറ്റ്. ഇപ്പോൾ ഡെയിലി ഇത്ര ആൾക്കാർ വരുന്ന സ്ഥലമല്ല, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ ഒരു ക്യാമ്പ് ഫയർ കഴിഞ്ഞതിൻ്റെ കുറേ ചാരക്കഷ്ണങ്ങൾ കിടക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മേളത്തെ വാച്ച് ടവറിലോട്ട് പോയിട്ട് വരാം. ഇപ്പോൾ ചെറുതായിട്ട് തിരക്ക് വന്നിട്ടുണ്ട്. എന്നാലും 3-4 പേര് മേളിലുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് നോക്കാം എന്താണ് വ്യൂ, എന്താണ് അവസ്ഥയെന്ന്. അങ്ങനെ കോണിപ്പടിയെ കയറി നമുക്ക് മേളിലോട്ട് പോവാം. ഈറോ റേഞ്ചുള്ള സ്ഥലമാണ്. തീരെ റേഞ്ച് ഇല്ലെങ്കിലും ആരോ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഡൗൺലോഡഡ് ഓഫ്ലൈൻ മ്യൂസിക് ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ പ്ലേ ആകുന്നുണ്ട്. ഒരു സൂത്തിങ് ഇംഗ്ലീഷ് മ്യൂസിക്.